ആ ഒരു വേവുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്ത് ചിന്തിക്കും, നമ്മൾ എതിരെ നിൽക്കുന്ന ഒരാൾ എന്ത് ചിന്തിക്കും എന്ന് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണ്ടുണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് കേൾക്കുന്ന സമയത്തും ഇപ്പോൾ ഇങ്ങനൊരു മ്യൂസിക്, അതായത് ഇപ്പം ഒരു ഹൊറർ സിനിമയിൽ മ്യൂസിക്കിനും BGM ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അഭിനയം പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ മ്യൂസിക്കും BGM. അപ്പം ഇങ്ങനത്തെ സിനിമകൾ കുറച്ച് വ്യത്യസ്തമായ പാട്ടുകൾ ഓൾറെഡി ട്രെൻഡിങ്ങിലാണ്. അപ്പം എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സിനിമയ്ക്ക് ചെയ്യാനായിട്ട്? അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഡൈനാമിക്സ് എപ്പോഴും എനിക്ക് കാണാപ്പാടമാണ്. കടാവർ തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഓരോ സിനിമ ഓരോന്നാണെങ്കിലും അവന്റെ ചിന്താരീതിയും അല്ലെങ്കിൽ അഭിലാഷ് എക്സ്പെക്ട് ചെയ്യുന്ന മ്യൂസിക് എന്താണെന്ന് എനിക്ക് പലപ്പോഴും അറിയാൻ പറ്റാറുണ്ട്. അത് എല്ലാ സിനിമകളിലും ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുമതി വളവ് എന്നോട് വിഷ്ണുവും അഭിലാഷും കൂടെ നമ്മുടെ ഒരു അഭിലാഷിന്റെ എൻ്റെ ആ സമയത്ത് ജോസഫ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സിനിമ നടക്കുന്നതിനൊക്കെ മുന്നേ എന്നോട് പറഞ്ഞ സബ്ജക്റ്റാണ് 2019 വിഷ്ണുവും അബിയും കൂടെയാണ് ഞങ്ങൾ ടോണിക്കോ കഫേയിൽ ഇരുന്നിട്ട് ആദ്യമായിട്ട് സുമതി വളവിനെ പറ്റി സംസാരിക്കുന്നത്. ആ സമയത്ത് സുമതി വളവ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. ഒരു കുഞ്ഞിരാമായണം ഒക്കെ കാണുന്ന പോലെ കേൾക്കുന്ന പോലെയുള്ള വൈബിലുള്ള സിനിമ മാത്രമായിരുന്നു സുമതി വളവ്. പക്ഷെ അത് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന എനിക്ക് പെട്ടെന്ന് വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഇതിൻ്റെ ഒരു ക്യാൻവാസ് മാറിയത്. സുമതി വളവിൻ്റെ അപ്രോച്ചും സ്റ്റൈലും അതിൻ്റെ വ്യാപ്തിയും എല്ലാം മാറിയത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അത് മാളികപ്പുറം കഴിഞ്ഞതും കൂടെ കൊണ്ട് എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം എനിക്കും ഒരു മാസ് BGM കാര്യങ്ങളും കുറച്ച് കൂടുതൽ ഹെവി ആയിട്ടുള്ള മ്യൂസിക്, ബട്ട് ഇൻ ദാറ്റ് ക്വാളിറ്റി. നമ്മൾ ചുമ്മാ അലക്കലല്ല, ആ ഹെവിനെസ്സിലൊരു ക്വാളിറ്റിയും ഡെഫിനേഷനും ഉണ്ടാവണം എന്നാണ് ഞാൻ മ്യൂസിക്കിൽ ആഗ്രഹിക്കാറ്. അത് മാളികപ്പുറത്തിലൊരു പരിധിവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷണം നടത്തിയത് കൊണ്ട് എനിക്ക് ഇറ്റ് വാസ് ലിറ്റിൽ ഈസി ഫോർ മീ സുമതി വളവ് കൺസീവ് ചെയ്യാനായിട്ട്. അതാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അഭിയായിട്ടുള്ള ബോണ്ടിങ് അങ്ങനെ വിഷ്ണു മാളികപ്പുറത്തിൽ അവന് ഏതൊക്കെ സംഗീതമാണ് ഇഷ്ടം എനിക്ക് പഠിച്ചതാണ് അതിൽ കൂടെ. അതുകൊണ്ട് വിഷ്ണു എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അതിനേക്കാട്ടിലുപരി ഇവർ രണ്ടുപേരുടെ ഇഷ്ടത്തിനേക്കാളുപരി ഇവർ രണ്ടുപേരും എന്നെ അങ്ങോട്ടൊന്നും ശല്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമകളുടെയും ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. മാളികപ്പുറത്തിലും രണ്ടുപേരും എന്നെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. സുമതി വളവിലും ഇടയ്ക്ക് വന്ന് കാണുന്നല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നല്ലാതെ വേറെ എന്നെ ഈ തോക്ക് ചൂണ്ടി നിർത്തിക്കൊണ്ട് പണിയെടുപ്പിച്ചൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമയുടെയും മ്യൂസിക്. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നെ ആദ്യം വിളിക്കുന്ന ഹൈദരൊക്കെയാണ് ഉച്ചയ്ക്ക് മ്യൂസിക്കാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഇതിന് മുമ്പ് താങ്കൾ വിളിച്ചു, പക്ഷെ എനിക്കിതിൽ ഭയങ്കരമായിട്ട് താങ്കൾ റെസ്പെക്ട് തോന്നുന്നു. നല്ല രീതിക്ക് നമ്മുടെ ആ സിനിമ നമുക്ക് ഹൊററിലേക്ക് ആണെങ്കിൽ ഹൊററിലാണ്, കോമഡിയിലേക്കാണെങ്കിൽ കോമഡി, ഓരോ ഇതിലും പല രീതിക്കാണ് ഇത്. അതിപ്പോൾ എന്തായാലും ചോദിച്ച പോലെ തന്നെ അതിൻ്റെ മറുപടിയും കറക്റ്റാണ്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള കോമ്പോ എപ്പോഴും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. ഈ മ്യൂസിക് ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഏതിലായിരുന്നു? ഈ ഫ്ലെക്സിബിലിറ്റി കാണിക്കുക എന്നുള്ളതാണ് ഹൈദരക്ക. അതായത് ഈ പറഞ്ഞ പോലെ എല്ലാ പരിപാടികളും ഈ സിനിമയിൽ മിന്നി മറിഞ്ഞു പോകുന്നു. പക്ഷെ ഈ ചാട്ടം അറിയിക്കാനും പാടില്ല. തമാശയിൽ നിന്നും പെട്ടെന്ന് ജംപ് സ്കെയറിങ് കഴിഞ്ഞു, അടുത്ത് അങ്ങനെ തമാശയിലേക്ക് പോയി, അപ്പോൾ ഒരു ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ട്, അപ്പം ഫാമിലി ഡ്രാമ വന്നു. അതാണ് ഈ സിനിമ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക്കലി ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് ചാടി എന്ന് ഫീൽ ചെയ്യിപ്പിക്കാതെ ആ ഫ്ലോയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. അടുത്ത സീൻ എന്താ, അല്ലെങ്കിൽ അടുത്ത റീലിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ആ ഡൈനാമിക്സ് 95% ആണെങ്കിൽ ഇവിടെ 70-75 ഒതുക്കുക എന്നുള്ളൊരു ഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്യലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു അധ്വാനം. മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ സിനിമയുടെ ഫ്രീക്വൻസി എത്രമാത്രം, ഏറ്റക്കുറച്ചിലുകൾ എത്രമാത്രമാണ് കണ്ടുപിടിച്ച് ചാടിയിട്ടില്ല എന്ന് ഉറപ്പിക്കുക എന്ന് പറയൂലേ. പെട്ടെന്ന് ഒരു ഫൺ മ്യൂസിക് വന്നു, പെട്ടെന്ന് തമാശയിലേക്ക് പോയി, പെട്ടെന്ന് റൊമാൻസിലേക്ക് പോയി എന്ന് ഫീൽ ചെയ്യിപ്പിക്കരുത്. എന്നാൽ ഇവിടേക്കൊക്കെ പോവും വേണം വിത്തിൻ സെക്കൻഡ്സ്. അതാണ് അതിൻ്റെ ഒരു ചലഞ്ചായിട്ട് ഈ സിനിമയിലുള്ള ചലഞ്ച്. അത് കൃത്യമായിട്ട് തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. തേടിപ്പോകുന്ന ഒരു യാത്രയുണ്ട്, അത് സിനിമയിൽ കണ്ടവർക്കറിയാം. അവിടെയുള്ള നിങ്ങളുടെ കുറെ സംഭവങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം മ്യൂസിക് പോലെ തന്നെ അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ആ മ്യൂസിക്കിൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിനയത്തിൽ ചേഞ്ച് ആവുന്നു. അതെങ്ങനെയായിരുന്നു അവിടെ എക്സ്പീരിയൻസ് ചെയ്തത് ആ സമയത്ത്? എക്സ്പീരിയൻസ് ഏകദേശം അത് ബൈ ദി എൻഡ് ഓഫ് ദ മൂവിയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും നല്ല രീതിക്ക് സിങ്കായി. പിന്നെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സ്പെഷ്യൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. താങ്ക് യു. നമുക്ക് തുടക്കം വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ ഈ ചില പരിപാടികൾ ഷൂട്ട് ചെയ്യണപ്പോൾ നമുക്കുണ്ടാവട്ടെ ഇത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ വിഷ്ണുചേട്ടൻ പറഞ്ഞടാ, ഞാൻ ഇങ്ങനെ കാണിക്കാനാണ് ഈ പടം എനിക്ക് താല്പര്യം, ഇങ്ങനത്തെ രീതിയിലാണ് ഈ പടം ഞാൻ കൺവേ ചെയ്തേക്കണം, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങി പടം. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസിയായി കാര്യങ്ങളൊക്കെ
ചെയ്യാനും ഡെലിവറി ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പൊ ഈ ആ സീക്വൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പീക്ക് പോണ ഒരു മൊമെന്റ് ആണ് എല്ലാവരുടെയും. കാരണം നമ്മളല്ലാതാകുന്ന ഒരു മൊമെന്റ് ആണ്. എന്തൊക്കെ അടിച്ചെന്ന് പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഔട്ട് കൊടുക്കുക, പിന്നെയുള്ള വിഷമം പുറത്തടിക്കുക. പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അടിച്ച് സെറ്റ് ആയി കഴിയുമ്പോൾ ഓൾറെഡി പുറത്തു വരല്ല. അപ്പൊ ഇതൊക്കെ ലൈഫിൽ ഉണ്ടായ പരിപാടി ആയതുകൊണ്ട് എല്ലാം കൂടി ചേർത്ത് വെച്ചൊരു ചെറിയ പൊളിയൊക്കെ വിളിച്ച് അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാലിച്ചേട്ടന്റെ സിദ്ധിയുടെ കൂടെ ഒക്കെ അഭിനയിക്കണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അഴിഞ്ഞാടി മതിയല്ല. അങ്ങനെയായിരുന്നു. അല്ല, അഴിഞ്ഞാട്ടമൊന്നും വരുന്നില്ല. എന്നാലും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിന് അത്യാവശ്യം ആടുന്നുണ്ടായിരുന്നു അതിന്റെ രീതി. അല്ല, അവിടെയാണ് എനിക്ക് ഏറ്റവും നിങ്ങളുടെ കാസറ്റ് കടയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിലൊക്കെ വേറിട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. അതാണ് ഞാൻ എടുത്തു ചോദിക്കാനുള്ള ഒരു സംഭവം. അവിടെ പല ഡയലോഗുകൾ വരുന്നുണ്ട് അല്ലെ, പല ഡയലോഗുകളും പല എക്സ്പ്രഷൻ വരുന്നു. അതില് സിദ്ധുവിന്റെ കുറെ ഡയലോഗുകൾ വരുന്നു. അങ്ങനെ നിങ്ങൾ ആ ഗ്യാങ് ഉണ്ടല്ലോ, അപ്പഴാണെങ്കിൽ വലിയ ബ്രേക്ക് ഡാൻസ്. ശരിക്കും അത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. വിഷ്ണു നമ്മുടെ അടുത്തൊന്ന് പറയുന്നു, നിങ്ങൾ മറ്റേ ഇത് അഴിച്ചു വിട്ടേക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറഞ്ഞ മറ്റേ പ്രേതത്തിന് നിങ്ങൾക്ക് പേടിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ശിവന്റെ ഒരു ഡാൻസ് വരെ ഉണ്ട് അവിടെ. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് ചികിത്സായിരുന്നു. നമ്മള് അതിനു മുമ്പും പല സിനിമയിൽ പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതെല്ലാം ഇപ്പൊ നമ്മൾ ചോദിച്ചതിന് മുമ്പല്ലേ വേറെ എക്സ്പീരിയൻസ് കിട്ടിയേക്കണം. ഒന്നുമല്ല, ഈ സീനില് നിങ്ങൾ മറ്റും എല്ലാം പൊട്ടിച്ച് ഒന്നും പേടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജയിച്ചാണ്, അഴിഞ്ഞടിച്ചാണ്. ചെമ്പച്ചേട്ടൻ തന്ന ധൈര്യം കിട്ടും.